കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തത വരുന്നു. അതായത് വൈകിട്ടത്തെ ഉത്സവത്തിനായി പൊട്ടിക്കാൻ കൊണ്ടുവന്ന പടക്കം തിരുവനന്തപുരത്ത് നിന്ന് കരാറെടുത്ത ടീം അവിടെ എത്തിക്കുന്നു. തൽക്കാലം വൈകിട്ട് വരെ ഒരു താൽക്കാലിക സംഭരണം എന്ന നിലയിൽ അവിടെ ഉണ്ടായിരുന്ന ആ കെട്ടിടത്തിൽ അല്ലെങ്കിൽ ആ താൽക്കാലിക ഷെഡിൽ ഇറക്കി വെക്കാൻ ശ്രമിക്കുന്നു. അതിനിടയിൽ സ്ഫോടനം ഉണ്ടാകുന്നു. ഇത്രത്തോളം വ്യക്തമാണ്. ഈ സ്ഫോടനം ഷെഡിൽ നിന്നുണ്ടായോ വാഹനത്തിൽ നിന്നുണ്ടായോ എന്നടക്കമുള്ള കാര്യങ്ങൾ കൂടി വ്യക്തത വരുത്താനുണ്ട്. ഈ അടുത്തുള്ള വീടുകളടക്കം വലിയ പ്രകമ്പനം ഉണ്ടായെന്ന് കേൾക്കുന്നു. അശ്വിൻ ഇപ്പോൾ ഉള്ളത് അത്തരത്തിലൊരു വീട്ടിലാണെന്ന് മനസ്സിലാക്കുന്നു. എന്താണ് വിശദാംശങ്ങൾ? സുഹേല് ഏറ്റവും തൊട്ടടുത്തുള്ള ഒരു വീട്ടിലാണ് നമ്മളുള്ളത്. നമുക്കിതിൻ്റെ തുടക്കം മുതൽ തന്നെ ദൃശ്യങ്ങളിലേക്ക് പോയാൽ എത്രത്തോളം ഇത് വീടുകളെ ബാധിച്ചു എന്നുള്ള കാര്യത്തിൽ നമുക്ക് വ്യക്തമായൊരു ദൃശ്യം കാണാനാകും. അതായത് ആ പടക്ക സംഭരണശാലയുടെ തൊട്ട് എതിർവശത്തുള്ളൊരു വീടാണിത്. ആ വീടിനെ ഓടുകൾ പതിച്ചൊരു വീടാണ്, 2 നില വീടാണ്. ആ ഓടുകൾ പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. കാർപോർച്ചിൽ കിടന്ന വാഹനത്തിന് മുകളിലേക്ക് ഇത് വീണ് വാഹനം ഭാഗികമായി തകർന്നിട്ടുണ്ട്. ആ വാഹനത്തിൻ്റെ ദൃശ്യങ്ങളും ഒപ്പം ആ കാർപോർച്ചിൽ വന്ന് വീണ ഓടുകളുമാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഈ വാഹനത്തിലാണ് ഭൂരിഭാഗം ഓടുകളും വീണത്. അത് വലിയ തോതിൽ തകർന്നിട്ടുണ്ട്. സമീപത്തെ പട്ടിക്കൂട് പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. അങ്ങനെ പുറമേ കാണുന്ന ഭീകരതയേക്കാൾ കൂടുതൽ അപകടം ഈ വീടിനകത്തുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇവിടെ പരിക്കേറ്റവരെ ആശുപത്രികളിലേക്ക് മാറ്റിയിട്ടുണ്ട്, ഈ വീടിനുള്ളിലുണ്ടായിരുന്ന ആളുകളെ. നമുക്ക് വീടിനകത്തേക്ക് കയറി നോക്കാം എത്രത്തോളം ഈ അപകടം ഈ വീടിനെ ബാധിച്ചു എന്നുള്ളത്. ഇത് വീടിൻ്റെ അകത്തേക്ക് കയറുന്ന പ്രധാന വാതിലാണ്. അത് പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. വാതിലിൻ്റെ ഒരു പാളി മാത്രമാണ് ഇനി അവശേഷിക്കുന്നത്. മറ്റ് പൂർണ്ണമായും വാതിൽ പൂർണ്ണമായും തകർന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഭീകരത. ഒപ്പം അകത്തേക്ക് വരുമ്പോൾ മെയിൻ ഹാളാണ്. ആ ഹാളിൽ ഉണ്ടായിരുന്ന സാധന സാമഗ്രികൾ പൂർണ്ണമായും നശിച്ചു പോയിരിക്കുന്നു. സോഫകളും ഇതുമടക്കം. ഇവിടെ ഉണ്ടായിരുന്ന ഒരു ടേബിളാണ്. ആ ടേബിൾ തലകുത്തി കിടക്കുകയാണ്. അത്രത്തോളം അപകടം ഈ വീടിനെ ബാധിച്ചു എന്നുള്ളതാണ് നമുക്ക് ഈ ദൃശ്യങ്ങൾ വ്യക്തമാക്കി തരുന്നത്. മെയിൻ ഹാള് പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. അവിടുത്തെ അശ്വിൻ പാലായായിരുന്നു വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.